നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ RDO ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ. എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. പുത്തഞ്ചിറ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം മന്ത്രി V അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന നാട്ടിക അസംബ്ലി മണ്ഡലത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PA ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് സ്വാഗതം പറഞ്ഞു. UDF മുൻ സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, NS അയ്യൂബ്, ശോഭ സുബിൻ, ബിജു കുണ്ടുകുളം എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ചന്ദ്രൻ താനി, ഷൈജു സായിറാം, KR ചന്ദ്രൻ, PM സിദ്ദിഖ്, സുൽഫിക്കർ, സന്തോഷ് മാഷ്, K രാമചന്ദ്രൻ, സിദ്ധൻ മാഷ്, ഗഫൂർ തളിക്കുളം, ആൻഡോ തുറയൻ, VK പ്രദീപ്, റസിയ അന്തിക്കാട്, ഗീതാ വിനോദൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇവിടെ ഒരു MLA ഉണ്ട്. ഈ MLAക്ക് എന്താണ് പണി? ഇവിടെ ഭരിക്കുന്നത് CPM അല്ലേ? ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയന്റെ MLA അല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ ശ്രീ മുകുന്ദൻ? അദ്ദേഹത്തിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാര്യക്ഷമമായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹം ആർജവം കാണിക്കാതെ വീട്ടിലിരിക്കുകയാണ്. ഈ റോഡുകളിൽ വീണ് എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്, അപകടം സംഭവിച്ചത്, എത്ര പേരാണ് ഇപ്പോഴും കോമയിൽ കഴിയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് CC മുകുന്ദന് ഒരു അപകടം പറ്റി, അദ്ദേഹം വീടിനകത്ത് അപകടം പറ്റി വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഇത്ര നാളും. ഇപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങി തുടങ്ങിയത്. അദ്ദേഹത്തിന് അപകടം പറ്റിയത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, അദ്ദേഹം വീഴാൻ പാടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റോഡിനകത്ത് നിരവധി ആളുകൾ ഈ റോഡിൽ കുഴിയിൽ വീണ് അപകടം പറ്റി മരണപ്പെട്ട് കിടക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മുകുന്ദൻ മനസ്സിലാക്കണം. ആ കുടുംബങ്ങൾക്ക്, ആ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക്, അത്യാഹിതം സംഭവിച്ച കുടുംബങ്ങൾക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരമെങ്കിലും ഈ മുകുന്ദൻ മേടിച്ചു കൊടുക്കാനെങ്കിലും തയ്യാറാവണം. തൃശൂർ RDO ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO 901/2021 സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് മൂന്നാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RDO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. ഗുണമേന്മ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം നവീകരിച്ചതോടെ 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂം ഒരുക്കിയിട്ടുണ്ട്. സബ് കളക്ടറുടെ ചേംബർ അടക്കം ഭൗതിക സൗകര്യങ്ങളും ജീവനക്കാർക്കുള്ള ക്യാബിനുകളും പുതുക്കി സജ്ജീകരിച്ചു. പൊതുജന സൗഹാർദ്ദമായ രീതിയിൽ സിറ്റിംഗ് ഏരിയ, ഫീഡിംഗ് റൂം തുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നു. സർട്ടിഫിക്കേഷൻ കാലാവധി 3 വർഷമാണ്. കില കൺസൾട്ടൻസി മാർഗനിർദ്ദേശങ്ങളുടെ പിന്തുണ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിച്ചു. P ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജനയുടെ കീഴിൽ തൃശൂർ ജില്ലയിലെ എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം
ഇന്റഗ്രേറ്റഡ് മോഡൽ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന മേഖലയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജീവോപാധികൾ വിതരണം ചെയ്യുന്നതിനുമുള്ള 691.56 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. അതിൽ 3.57 കോടി രൂപ കേന്ദ്ര വിഹിതവും 3.34 കോടി രൂപ സംസ്ഥാന വിഹിതവും 6.91 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജനയുടെ ഘടക പദ്ധതിയായി നടപ്പിലാക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതി തീരദേശ ഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 9 തീരദേശ മത്സ്യഗ്രാമങ്ങളിൽ എടക്കഴിയൂർ മത്സ്യഗ്രാമത്തെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ മാനേജർ KG രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S ഷിഹാബ്, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ MK അറഫാത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ഈ 9 വില്ലേജുകൾ കൂടാതെ 6 വില്ലേജുകൾ വേറെയുണ്ട്. അത് കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്നതാണ്. 2 കോടി രൂപ വീതം കൊടുത്തു. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. അതും നടപ്പിലാക്കുന്നത്, എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത്, DPR തയ്യാറാക്കുന്നത് അതെല്ലാം സംസ്ഥാന സർക്കാരാണ്. മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ വലകൾ അത് അവർക്ക് നെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇവിടെ ഒരു OBM വർക്ക്ഷോപ്പ് വരുന്നു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്ന് റിപ്പയർ ചെയ്തതിനുള്ള സൗകര്യങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വിപുലമായ ഒരു കംഫർട്ട് സ്റ്റേഷൻ സൗകര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. പുത്തഞ്ചിറ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം മന്ത്രി V അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായ 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 9 വർഷങ്ങളിലായി കായിക മേഖലയിൽ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിന് സാധിക്കാത്ത നിരവധി കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിച്ചതായി സ്റ്റേഡിയം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. 400 ചെറുതും വലുതുമായ സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളും നിർമ്മിച്ചു. ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും കളിക്കളം ഒരുങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതായി മന്ത്രി പറഞ്ഞു. കളിക്കളങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന 2 ഹൈമാസ് ലൈറ്റുകളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 2 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന ഓപ്പൺ ജിമ്മിലേക്ക് ഉപകരണങ്ങൾ സ്ഥാപിക്കലും ഉൾപ്പെടെയുള്ള പദ്ധതികൾ അടിയന്തരമായി ഗ്രൗണ്ടിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐവിൻ ഗോഡിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK ഡേവിസ് മാസ്റ്റർ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NK രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും വലിയ കളിക്കളമാണ് ഇവിടെയുള്ളത്. നവീകരണം സാധ്യമാക്കിയിട്ടുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റാണ് ദേവീശ്വരയ്ക്ക് സ്വാഗതം പറഞ്ഞത്. പ്രസിഡന്റ് പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയ സുഹൃത്തും കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയപ്പെട്ട MLAയുമായിട്ടുള്ള ശ്രീ VR സുനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ കേരളത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടെ ഈ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള പ്രതികൾ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്യനുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ കഴിഞ്ഞ 9 വർഷം എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയിൽ
വലിയ ഉണർവുണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കഴിമ്പ്രം VPMSNDPHS സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ഓഫീസ് അറ്റൻഡറിന് സുന്ദരാദരം എന്ന പേരിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. 28 വർഷത്തെ ഔദ്യോഗിക സേവനകാലം പൂർത്തിയാക്കി വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ഓഫീസ് അറ്റൻഡന്റ് സുന്ദരന് വേണ്ടിയാണ് സുന്ദരാനന്തരം എന്ന പേരിൽ വിപുലമായി യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ, ബലൂൺ മാല, പൂർവ്വ വിദ്യാർത്ഥികളുടെ വക 1 പവന്റെ സ്വർണ്ണമാല, മിഠായി, പൂക്കളം, ചെമ്പകത്തൈ തുടങ്ങിയവ സ്നേഹാദരവിന്റെ ഭാഗമായി സുന്ദരന് സമ്മാനിച്ചത് പരിപാടിയുടെ മാറ്റുകൂട്ടി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങ് SNDP എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻ അധ്യാപകർ, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സുന്ദരാദരം പരിപാടിയുടെ ഭാഗമായി. ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. 1996-97 കാലഘട്ടം വരെ സുന്ദരൻ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നതാണെങ്കിൽ 98 ഹയർ സെക്കൻഡറി കിട്ടിയപ്പോൾ സുന്ദരൻ എന്തായി മാറി? 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയായി. സുന്ദരൻ ഇങ്ങനെ ഈ ഇടനാഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ സാമൂഹ്യപാഠം പഠിപ്പിക്കുന്ന ടീച്ചർ യുദ്ധത്തെ പറ്റിയും സമാധാനത്തെ പറ്റിയും പഠിപ്പിക്കുന്നതൊക്കെ വരാന്തയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുന്ദരൻ ഓഫീസ് റൂമിലും സ്കൂളിലും യുദ്ധം വേണ്ടെന്ന് സമാധാനമാണ് വേണ്ടതെന്ന് സുന്ദരൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അല്ല സുന്ദര, എല്ലാവരോടും സമാധാനത്തോടെ നിൽക്കണമെന്ന് സുന്ദരൻ പഠിച്ചെടുത്തിട്ടുണ്ട്. മഹാലക്ഷ്മി എന്റർപ്രൈസസ് ഗോൾഡ് കൊല്ലാറ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും തെരഞ്ഞെടുത്ത കസ്റ്റമേഴ്സിനുള്ള സമ്മാന വിതരണവും നടത്തി. ആഘോഷ പരിപാടി മാക്സ് വാലി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൈപ്പമംഗലം ഏരിയ മാനേജർ വിജീഷ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ഉടമ രമേശ് ബാലൻ കഴിമ്പ്രം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റീജ രമേശ് നന്ദി പറഞ്ഞു. വിജീഷ് വേണുഗോപാൽ, രമേശ് ബാലൻ, റീജ രമേശ്, സുഗന്ധി, അമീഷ, 60ഓളം കസ്റ്റമേഴ്സും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. നമ്മളെ സ്ഥാപനം 8 മാസമായിട്ടുള്ള ഇവിടെ ഓപ്പൺ ആയിട്ട് എല്ലാവരും കൂടി ചെറിയൊരു സെലിബ്രേഷൻ നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാലക്ഷ്മി എന്റർപ്രൈസസ് ഗോൾഡ് ലോണിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷം, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഗിഫ്റ്റ് വിതരണമുണ്ട്. അത് ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. GVHS തളിക്കുളം സ്കൂളിലെ SPC വിദ്യാർത്ഥികൾക്കായി ഓണക്കാല ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ HM അബ്സത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ആശംസകൾ നേർന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ, VHSE പ്രിൻസിപ്പൽ ഷിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകരായ ജാസ്മിൻ, സിംസൺ, ദിനേശ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവരും കൃത്യസമയത്ത് എത്തുക, അച്ചടക്കം പാലിക്കുക. പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ നമ്മുടെ SPC ചാർജുള്ള അധ്യാപകരും HMO അതേപോലെ രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടു കൂടി ഇപ്പോൾ ക്യാമ്പ് വൻ വിജയമാക്കാൻ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യമാണ്. നല്ല പൗരന്മാരായി, രാഷ്ട്രബോധമുള്ള പൗരന്മാരായി വളർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലാപ്പ് ചെയ്തപ്പോൾ പ്രസംഗം അവതരിച്ചപ്പോൾ ആരും ക്ലാപ്പ് ചെയ്തില്ല. ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോഴാണ് നിങ്ങൾ ക്ലാപ്പ് ചെയ്തത്. അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗം, ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഇന്ന് രാവിലെ മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡ് തകർന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. പുലർച്ചെ 4 മുതൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസുകാരും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ DPR തയ്യാറാക്കാൻ കിഫ്ബി ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പ്രൊജക്ട് മാനേജർ T രാജീവൻ, റിസോഴ്സ് പേഴ്സൺ K ഹൈദരു, പ്രൊജക്ട് എഞ്ചിനീയർ KK സലീം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത് എന്നിവരടങ്ങിയ സംഘമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് പരിശോധിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PM സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കിയ 273 കോടി രൂപയുടെ DPR കിഫ്ബിയുടെ പരിഗണനയിലാണ്. ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് KRAയിൽ തയ്യാറാക്കിയ 27.6 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുത്ത് പ്രക്രിയ ആരംഭിക്കും.
അലൈൻമെന്റ് പ്രദേശങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേരും. ചേർപ്പ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച LED മിനിമാസ് ലൈറ്റുകൾ CC മുകുന്ദൻ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12 ലൈറ്റുകളാണ് സ്ഥാപിച്ചത്. ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് മെമ്പർമാരായ ജയ ടീച്ചർ, നസീജ മുത്തലിം, കൃഷ്ണകുമാർ, KB പ്രജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രതിരോധമായി കിണർ ക്ലോറിനേഷൻ നടത്തി. തളിക്കുളം പുതുക്കുളത്തെ മിനി കുടിവെള്ള പദ്ധതി കിണറാണ് ഉദ്ഘാടന ചടങ്ങിൽ ക്ലോറിനേഷൻ നടത്തിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സിംഗ് വാലാത്ത്, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ A മുഹമ്മദ് മുജീബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CT സുജിത്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സീനി, ആശാ വർക്കർമാർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിൽ അസുഖങ്ങൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ജലത്തിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള അതേപോലെ കുടിവെള്ളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം, കിണറുകളായിക്കോട്ടെ, കുളങ്ങളായിക്കോട്ടെ, തോടുകളായിക്കോട്ടെ, പുഴകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള വെള്ളങ്ങളിൽ നമ്മൾ കുളിക്കുമ്പോൾ കൂടുതലായി ഈ വെള്ളത്തിൽ നിന്നുള്ള പല രീതിയിലുള്ള രോഗങ്ങൾ കാണപ്പെടാറ്. പഴയകാലങ്ങളിൽ നമ്മളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വെള്ളം കുളിക്കാനായിട്ടും കുടിക്കാനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ ഇക്കാലത്ത് അത് കൂടുതൽ ആളുകൾക്ക് അസുഖങ്ങൾ വരുന്ന രീതിയിലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ 97% ആളുകളും അത് മരണം തന്നെയാണ് ഇതിൻ്റെ അവസാനം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു അസുഖം നമ്മുടെ സംസ്ഥാനത്ത് ബാധിച്ചാലും അത് വ്യാപകമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി അതിനെ എന്താ പറയുക, വളരെ കൃത്യമായിട്ട് അതേത് സമയത്ത് തന്നെ പിടിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്. എടക്കഴിയൂരിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. കാജ കമ്പനിക്ക് പടിഞ്ഞാറ് തയ്യിൽ കുഞ്ഞുമോൻ മകൻ 59 വയസ്സുള്ള നൂറുദ്ദീനാണ് മരിച്ചത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. വള്ളം കരക്കടുപ്പിച്ച് ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ വയോധികൻ മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചെറുതുരുത്തി നെടുമ്പുരയിൽ ഓടിക്കൊണ്ടിരുന്ന മുച്ചക്ര സ്കൂട്ടറിന് തീപിടിച്ചു. ഭിന്നശേഷിക്കാരനായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൈങ്കുളം ആലുംകുന്നിന് സമീപം താമസിക്കുന്ന പള്ളത്തി വീട്ടിൽ പരീതും സഹോദരി സഫിയയും മുച്ചക്ര വാഹനത്തിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം. പുകയുന്നത് കണ്ട സഹോദരി വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ പരീതിനെ താഴേക്ക് ഇറക്കുകയുമായിരുന്നു. പെരിഞ്ഞനത്തുനിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പഞ്ചാരവളവ് ദേശീയപാത മേൽപ്പാലത്തിന് അടിയിൽ നിന്നാണ് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ RDO ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ. എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. പുത്തഞ്ചിറ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം മന്ത്രി V അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.